last video continuation ആയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. You are going to find out an expression for the rotational energy of a diatomic molecule. In order to find out the rotational energy of a diatomic molecule, we want to consider that diatomic molecule is a rigid rotor. What is a rigid rotor? ഒരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂളിൻ്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ഒരു ചേഞ്ച് നടക്കുന്നില്ല എങ്കിൽ വി കെൻ കോൾ ദാറ്റ് സിസ്റ്റം ഇസ് കോൾഡ് എ റിജിഡ് റോട്ടർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എൻ്റെ കയ്യിലൊരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂളിൻ്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്, അതായത് ബോണ്ട് ലെങ്ത്തിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. ദെൻ ദാറ്റ് മോളിക്യൂൾ ക്യാൻ ബി കോൾഡ് ആസ് റിജിഡ്. ദാറ്റ് സിസ്റ്റം ഇസ് കോൾഡ് ആസ് റിജിഡ് റോട്ടർ. A rigid rotor means a molecule which rotates such that its internuclear distance do not change during its rotation. That is, a molecule does not distort under a stress of rotation. ആ റൊട്ടേഷൻ കാരണം ആ മോളിക്യൂളിന് ഒരു ചേഞ്ചും നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ റൊട്ടേഷണൽ എനർജി കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തെ എന്ന് പറയും റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്? ആ മോളിക്യൂളർ റൊട്ടേഷൻ തന്നെയാണ്. ഇങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ദെൻ ആംഗുലാർ വെലോസിറ്റി, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു റേഡിയൻസ് ബൈ ടൈം. Then we know that linear velocity v is equal to distance by time, and also moment of inertia I is equal to mr square. നമ്മൾ അതിൻ്റെ സബ്മേഷൻ ആയിട്ടാണെങ്കിൽ എങ്ങനെയാണ് പറയുക? സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ. ദറ്റ് മീൻസ് moment of inertia is equal to സിഗ്മ ഐ എം ഐ ആർ ഐ സ്ക്വയർ എന്ന് നമ്മൾ പറയും. ഈ ഒരു പറയാനുള്ള കാരണം ഇതെല്ലാം ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അത് പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ ഒരു റൊട്ടേഷണൽ എനർജി ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും അല്ല അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ വി ആർ കൺസിഡറിങ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഇസ് ഐ. അതിനുവേണ്ടി ഞാനൊരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുകയാണ്. എന്താണ്? ഒരു പോളാർ മോളിക്യൂൾ ഞാൻ കൺസിഡർ ചെയ്തു. ലെറ്റ് m1 ആൻഡ് m2 ബി ദ മാസ് വിച്ച് ഇസ് സെപ്പറേറ്റഡ് വിത്ത് എ ഡിസ്റ്റൻസ് r. ഈ ഒരു മോളിക്യൂളിനെ, ഈ ഒരു പോളാർ മോളിക്യൂളാണ്. അപ്പോൾ ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരിക്കും. m1 m2 എന്താണ് ചാർജ് സെപ്പറേഷൻ ഉണ്ട്? m1 ആൻഡ് m2 വിച്ച് ഇസ് സെപ്പറേറ്റഡ് വിത്ത് എ ഡിസ്റ്റൻസ് r. ഓക്കെ, ആ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. കൺസിഡർ എ പോളാർ ഡയറ്റോമിക് മോളിക്യൂൾ ദാറ്റ് ഇസ് എ റിജിഡ് ഡയറ്റോമിc മോളിക്യൂൾ. ആ ഒരു മോളിക്യൂൾ എന്ന് റിജിഡ് ആണ്. Let's m1 and m2 be the masses of the atom, with the c is the center of gravity and r is a distance between the m1 and m2. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ എനിക്ക് പറയാൻ പറ്റും ഇങ്ങനെ m1 r1 is equal to m2 r2. നോർമലി നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. then it is considered it as a then r is equal to r1 plus r2. അതായത് ഞാൻ m1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് m1ലോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ r1 എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, m2 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ദെൻ m2ലോട്ട് ഞാൻ r2 എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ടോട്ടൽ r എന്ന് പറയുമ്പോൾ അതെന്താണ്? r1 പ്ലസ് r2. ഓക്കെ, നമുക്കതിവിടെ ഒന്ന് നോക്കാം. ഈ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ m1 ആൻഡ് m2, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എക്സാക്ട് സെൻറ്ററിലായിരിക്കും? അല്ല, ആ ഒരു മോളിക്യൂളിൻ്റെ സൈസിന് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ബേസിസിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു മോളിക്യൂളിൻ്റെ അടുത്തോട്ടായിരിക്കാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് m1ലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ r2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് m1ലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ r2 എന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഞാനത് കാണിച്ചിട്ടില്ല. The distance from center of gravity to m2 is r2, and distance from center of gravity to m1 is the r1, and total distance between the two centers of the two molecule is called the r. ആ ഒരു r-ഉം r-നെയാണ് നമുക്ക് അപ്പോൾ എന്ത് പറയാൻ പറ്റും? that r is equal to r1 plus r2. Okay, if the two mass points are joined by a rigid bar of length r, so that the molecule become a rigid rotor. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു റിജിഡ് റോട്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എനിക്ക് പറയാൻ പറ്റും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിൻ്റെ ജനറൽ ഇക്വേഷൻ I is equal to mr സ്ക്വയർ. ഇവിടെ I is equal to, ഇവിടെ നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ. കൺസിഡറേറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഞാൻ r1 സ്ക്വയറിനെ എങ്ങനെ എഴുതി? m1 r1 into r1 and m2 r2 into r2. ഇതിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. in order to
taken out the R1 and R2 into M1 M2 plus M1. Okay, or I is equal to R1 R2 into M1 plus M2. ഓക്കെ, അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റെപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, M1 R1 എന്ന് പറയുന്നത് നമുക്കറിയാം M1 R1 is equal to M2 R2. അപ്പോൾ ഞാൻ ഈ ഒരു ടേമിനെ M1 R1 എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതി? M2 R2 എന്ന് എഴുതി ആൻഡ് ഇൻറ്റു R1. ഓക്കെ, ഹിയർ M2 R2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു M1 R1 ഇൻറ്റു R2. അങ്ങനെയാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? R1നെയും R2നെയും എന്ത് ചെയ്യുന്നത്? ഞാൻ കോമൺ ആയിട്ട് ഔട്ട്സൈഡിലോട്ട് എടുക്കുന്നത്. ദാറ്റ് മീൻസ് I is equal to R1 R2 ഇൻറ്റു M2 പ്ലസ് M1. ദാറ്റ് മീൻസ് ദിസ് M2 പ്ലസ് M1. ഓക്കെ, അതൊരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്തപ്പോൾ അതവിടെ ക്ലിയർ ആയി. ഓക്കെ, വി ഹാവ് R is equal to R1 പ്ലസ് R2. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ബോണ്ട് ലെങ്ത്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 എന്നാണ്. R2 is equal to R മൈനസ് R1. ഓക്കെ, therefore ഈ ഒരു ഇക്വേഷൻ്റെ അകത്തോട്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വി നോ ദാറ്റ് M1 R1 is equal to M2 R2. അപ്പോൾ R2ൻ്റെ ടേമാണ് ഞാനിവിടെ കൊടുക്കുന്നത് M2 ഇൻറ്റു R മൈനസ് R1. ഓക്കെ, M1 R1 is equal to M2 R minus M2 R1. Okay, here M1 R1 plus M2 R1 is equal to M2 R. Okay, taking outside the R1 into M1 M2 which is equal to M2 R. അപ്പോൾ നമുക്ക് R1-ലുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അതായത് ഈ ഒരു ഇക്വേഷൻ്റെ അകത്തോട്ടേക്ക് ഞാൻ R2-വിനെ ഈ ഒരു കൺസിഡറേഷനിൽ ഞാൻ R2-വിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആരെ കിട്ടി? ഈ ഒരു R1 this R1 is equal to M2R divided by M1 plus M2 എന്ന് കിട്ടി. ഇതേപോലെ ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് R1-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആരെ കിട്ടും? ഇതുപോലെ R2-ൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണോ ഉണ്ടാവുക? ഹിയർ എന്ത് നമ്മൾ നോക്കണം? ഇവിടെ ഞാൻ R1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? R1 is equal to R minus R2 എന്ന് വരും. അപ്പോൾ R മൈനസ് R2-നെ ഞാനിവിടെ R1-ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇനി നമുക്ക് എന്തേ കിട്ടുള്ളൂ? സിമിലർലി വി വിൽ ഗെറ്റ് എ വാല്യൂ R2 is equal to M1R divided by M2 plus M1 plus M2. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്യണമെന്നില്ല. ഒന്ന് ചെയ്തിട്ട് നമുക്ക് സിമിലർലി R2 is equal to M1R divided by M1 plus M2. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് 3 and 4 കൺസിഡറിങ് ഇക്വേഷൻ 3 and 4. നമുക്കിനി ഈ ഒരു വാല്യൂവിനെ, ഈ R1-ൻ്റെയും R2-യുടെയും വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് അതായത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി നോ ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I is equal to M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു M2 ഇൻറ്റു M1 ഇൻറ്റു M2 R by M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ പ്ലസ് M2 ഇൻറ്റു M1 R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു M1 M2 സ്ക്വയർ R സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ പ്ലസ് M2 M1 സ്ക്വയർ R സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ. ഇനി നോക്കി എന്ത് വരും? നമുക്ക് M1 M2 R സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 സ്ക്വയർ ഇൻറ്റു M1 പ്ലസ് M2 എന്ന് കിട്ടി. ഇനി ഇവിടെ ഈ M1 പ്ലസ് M2, അതായത് ഇവിടെ താഴെ ഡിനോമിനേറ്റർ ആയിട്ടല്ല കേട്ടോ ഉള്ളത്, മുകളിലാണുള്ളത്. ഈ ഒരു M1 പ്ലസ് M2-ഉം അതുപോലെ ഇവിടെയുള്ളൊരു M1 പ്ലസ് M2 ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരുന്നു? M1 M2 ബൈ M1 പ്ലസ് M2. ഇവിടെ ഞാൻ R സ്ക്വയറിനെ എന്തെടുത്തു? പുറത്തോട്ട് എടുത്തു അല്ലേ? രണ്ടിലും ഉള്ളതുകൊണ്ട് ഞാൻ മീൻസ് ആ ഒരു R സ്ക്വയർ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. കാരണം നമുക്ക് ഈ ഒരു ടേമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു R സ്ക്വയർ. നമുക്കറിയാം M1 M2 divided by M1 plus M2 എന്ന് പറയുന്നത് that is a reduced mass of the molecule. Okay, that is I is equal to mu R square where mu represents the reduced mass of the molecule. അപ്പോൾ ഞാൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഒരു എക്സ്പ്രഷൻ വന്നു I is equal to mu R square എന്ന് ഉള്ളൊരു ഇക്വേഷനിലോട്ട് വന്നു where mu is the reduced mass of the molecule. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുലയാണ്, നമ്മൾ ഒരു ഫോർമാറ്റാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം amount ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞു. then അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് R is equal to R1 plus R2 എന്നാണെങ്കിൽ
ആ ഒരു ഇക്വേഷനിൽ നിന്ന് R1-നെയും R2-ൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ ആ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ R1 and R2. And substituting that value R1 and R2 in the same equation, you will get the equation as I is equal to mu R square, where mu is the reduced mass m1 m2 by m1 plus m2. Next, we are going to find out the rotational energy Eg. Let us consider a rigid diatomic molecule, or otherwise called the rigid rotor, which rotates about its center of mass with an angular velocity omega radians per second. We know that the angular momentum will be, the capital L will be is equal to I omega. Another equation ഉണ്ട്. L is equal to angular momentum is equal to h by 2 pi into root of j into j plus 1, where j is the rotational constant number having the value 0, 1, 2, 3, etc. Also known as all the angular momentum is quantized. Okay. ഇനി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ, എച്ച് ബൈ 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1, ദാറ്റ് ഇസ് ആങ്കുലർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് മോളിക്യൂൾ. ഓക്കെ, ദെൻ ദ എനർജി ഓഫ് റൊട്ടേറ്റിംഗ് മോളിക്യൂൾ ഓർ ദ റൊട്ടേഷണൽ എനർജി ഹാവിംഗ് എ വാല്യൂ or it has an equation Ej is equal to half I omega square. Ej is equal to half I omega square. and equation 7 ആയിട്ട് എടുത്തു. നമ്മളൊരു കാര്യം നോക്കേണ്ടത് സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരുപാട് ഇക്വേഷൻസുകളാണ്. ഈ ഓരോ ഇക്വേഷൻസും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ് അല്ലേ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് പിന്നെയും ശ്രദ്ധിക്കേണ്ടത്. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഞാനത് എന്ത് ചെയ്തു, ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് നോമിനേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ, എ ടേം ഐ. Ej is equal to half into I omega square into I by I. This will turns into half into I square omega square divided by I. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ നോക്കി, എല്ലിന് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഐ ഒമേഗ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി എന്ത് വരും? എൽ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ദാറ്റ് മീൻസ് ഹാഫ് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2i എന്ന് കൊടുക്കാം. 2l എന്ന് നമുക്ക് 2i എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, 6 സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി ഇക്വേഷൻ 6 in 8 എന്ത് വരുന്നു? 6 ഇക്വേഷൻ ഏതാണ്? നോക്കി നോക്കണം. 6 എന്ന് പറയുന്നത് എല്ലിൻ്റെ ഇക്വേഷനാണ്. ദെൻ h by 2 pi into root of j into j plus 1 എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഞാനത് ഇവിടെ കൊടുത്തു. ഇനി ഞാൻ ഇക്വേഷൻസിൻ്റെ നമ്പർ മാത്രമേ പറയുള്ളൂ, നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, Ej is equal to, we know that h by 2 pi into, that means L is equal to h by 2 pi into root of j into j plus 1 whole square divided by 2i. Okay, ഇതെങ്ങനെ വരുന്നു? h square by 4 pi square അല്ല, ഞാൻ ആ സ്ക്വയർ എടുത്തു, j into j plus 1 by 2i എന്ന് വന്നു. where Ej or the energy of a rotational molecule അല്ലെങ്കിൽ rotational energy Ej which is equal to h square by 8 pi square I into j into j plus 1 in joules. ഈ ഒരു ടേം ഏത് യൂണിറ്റിലാണ് കാണിക്കുന്നത്? ജൂൾസിലാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ദ റൊട്ടേഷണൽ എനർജി Ej is equal to h square by 8 pi square I j into j plus 1 which is in which the term is in joules. ജൂൾസ് എന്നെടുത്ത് പറയാൻ കാരണം നമ്മൾ ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൊട്ടേഷണൽ എനർജി എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ ഒരു 2 സ്റ്റേറ്റ്സുകൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ദ ഫസ്റ്റ് റൊട്ടേഷണൽ ലെവൽ ജെ ഡബിൾ ഡാഷ് ആൻഡ് അതർ ഇസ് ജെ ഡാഷ്. അപ്പോൾ ഞാൻ ഇവർ തമ്മിലുള്ള ഒരു എനർജി ഡിഫറൻസ് ആണ് കാണുന്നതെങ്കിൽ അല്ലേ, റൊട്ടേഷണൽ എനർജി ഒരു എനർജി ആണ് കാണുന്നതെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ലെവലിലുള്ള എനർജി ആൻഡ് ദിസ് എനർജി, ഈ ഒരു ലെവലിലുള്ള എനർജി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഉണ്ടാവുക അല്ലേ. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇപ്പം നോർമലി എക്സൈറ്റഡ് സ്റ്റേറ്റ് മൈനസ് അല്ല ഹയർ സ്റ്റേറ്റ് മൈനസ് ലോവർ സ്റ്റേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഇ ജെ ഡാഷ് മൈനസ് ഇ ജെ ഡബിൾ ഡാഷ്. എന്താ ഈ ഒരു ഒറ്റ ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു സിംഗിൾ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേറ്റിലുള്ള എനർജിയാണ്, റൊട്ടേഷണൽ എനർജി ഓഫ് എ സിംഗിൾ ലെവലിലുള്ളതാണ് പറയുന്നത്. ഇവിടെ ഞാൻ എന്താ കൺസിഡർ ചെയ്യുന്നത്? അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എനർജി എന്ന് പറയുമ്പോൾ ഹയർ എനർജി മൈനസ് എനർജി ഓഫ് ദ ഹയർ സ്റ്റേറ്റ് മൈനസ് എനർജി ഓഫ് ദ ലോവർ സ്റ്റേറ്റ്. Therefore delta E is equal to Ej dash minus Ej double dash. അപ്പോൾ എന്താണ് ഇതിനകത്ത് വേണ്ടത്? ഈ ഓരോ ടേമിനും ഞാൻ നേരത്തെ ഇക്വേഷൻ കൊടുക്കണം അല്ലേ. എന്തായിരുന്നു നേരത്തെ ഇക്വേഷൻ? വി നോ ദാറ്റ് Ej is equal to h square by 8 pi square I
into j into j plus 1. ഇവിടെ j dash ആയതുകൊണ്ട് അല്ലേ ഞാൻ എന്ത് കാണിക്കണം ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റിന് ഞാൻ x square by 8 pi square I into j dash plus 1 ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ മൈനസ് എന്താ വരുന്നത് j double dash എന്ന് വരുമ്പോൾ എന്ത് വരും h square by 8 pi square I into j double dash plus 1. h square by 8 pi square I ക്ക് ഒരു ചേഞ്ചും ഇല്ല ആരിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അല്ലേ നമ്മൾ പറഞ്ഞു റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ will have the value 0 1 2 3 etc. Anyway we can take h square by 8 pi square I as a constant or can consider as it can taken outside h square by 8 pi square I into j dash plus 1 minus j double dash into j double dash plus 1. Okay. Anyway അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് ഏതിലുള്ളത് ഡെൽറ്റ ഇ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ് എന്നുള്ളതിൽ ഉള്ളത്. ഓക്കെ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു റൊട്ടേഷണൽ എനർജി അല്ലേ അത് നമ്മൾ ജൂൾസിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എന്ത് ഇക്വേഷൻ വന്നത് h square by 8 pi square I into j plus 1 എന്നുള്ളത്. ഇനി ഞാൻ ആ ഒരു ഇ ജെ ആ റൊട്ടേഷണൽ എനർജി വേവ് നമ്പറിൽ ഞാൻ എന്ത് കാണിക്കുകയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോർ ഇറ്റ് ഇസ് എപ്ലോൺ ജെ. എന്താണ് എപ്സിലോൺ ജെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡിവൈഡഡ് ബൈ എച്ച് സി ഓർ ഇ ജെ ബൈ എച്ച് സി. നമുക്ക് ഇ ജെ എന്നുള്ള ടേമിനെ ഞാൻ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു സി എന്നുള്ളൊരു കോൺസ്റ്റൻറ്റും കൂടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വാല്യൂ ഈസ് ദ ഇ ജെ ഇസ് ജസ്റ്റ് കൺവേർട്ടിങ് ഇൻ ടു ദ വേവ് നമ്പർ. ദാറ്റ് ഈസ് എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 8 pi square I h c into j plus 1. Here epsilon j is equal to h by 8 pi square I c. എന്താ ഐ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് സി അല്ലേ ആ ഒരു ഞാൻ എന്ത് ചെയ്തു എച്ച് ഇവിടെ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ എന്ത് വന്നു എച്ച് ബൈ 8 pi square I c into j plus 1. അപ്പം ഞാൻ ഈ ഒരു ടേം എന്ത് h by 8 pi square I c in not h square h by 8 pi square I c എന്ന് പറയുന്ന ഒരു ടേമിനെ I'm writing that whole term as a single one, that means b a constant. So epsilon j is equal to b into j plus 1 in such a way that the rotational energy in terms of the wave number, that is epsilon j is equal to b into j plus 1 centimeter inverse. Okay, അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ നമ്പർ എത്രയായി 11 ആയി. ഓക്കെ നേരത്തെ ഇക്വേഷൻ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ക്ലിയർ where b is called the rotational constant. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഇതുവരെയുള്ള ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. where b is called the rotational constant, that is h by 8 pi square IC and c unit is in the centimeter inverse. Okay, അപ്പോൾ നമുക്ക് എന്ത് വന്നു എപ്സിലോൺ j is equal to b j into j plus 1 എന്ന് വന്നു. നേരത്തെ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ then epsilon j gives the allowed energy level for the rigid rotor in terms of the centimeter inverse, and then b, the value of b, that is the rotational constant b, can be determined experimentally by spectroscopy. Okay, അവിടെ നമ്മൾ രണ്ടാമത്തെ ആ ഒരു സെക്ഷനും അവിടെ കഴിഞ്ഞു. ആദ്യത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് what is moment of inertia, and second one the rotational energy, എന്താണ് ഒരു മോളിക്യൂളിൻ്റെ rotational energy എന്ന് പറഞ്ഞു. Next we are finding out the rotational energy levels. നമുക്കറിയാം ഈ ഒരു എനർജിയുള്ള ഒരുപാട് ലെവൽസുകൾ ഒരു മോളിക്യൂളിൽ പോസിബിൾ ആണ് അല്ലേ. ഒരു ലെവൽ മാത്രമല്ല ഒരുപാട് ലെവൽസ് പോസിബിൾ ആണ്. എങ്ങനെയാണ് നമുക്ക് ആ ഒരുപാട് ലെവൽസിനെ കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ ജെയുടെ വാല്യൂ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 0 1 2 3 4 5 6 അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടുന്നതും ഇത് ഓരോ എനർജിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ക്വാണ്ടം നമ്പർ j is equal to 0 എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇക്വേഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഈ 0 അതായത് 0th ലെവലുള്ള എനർജി എത്രയാണ്? ഞാൻ ഈ ജെക്ക് അങ്ങനെ ഞാൻ 1 ആണ് j is equal to 1 എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് ഞാൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? E1 which is equal to ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ that value will be the energy for the first level. Okay, ഫസ്റ്റ് റൊട്ടേഷണൽ എനർജി ലെവൽ. അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്തു we know that Ej is equal to h square by 8 pi square I into j plus 1 in terms of joules. If you are considering in the terms of the wave number, Ej is equal to bhc into j plus 1, where b, not bhc, where b, sorry, not okay,
എഫ്ലോൺസ് ജെ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. ഇവിടെ ഡൗട്ട് ആവണ്ട എന്താ ബി എച്ച് സി എന്നുള്ളത്. ഈ ഒരു ടേമിനോട് ഞാൻ ഇൻറ്റു എച്ച് സി എന്ന് കൊടുത്താൽ അത് ഏത് ടേമിനോട് ഈക്വൽ ആണ്? ബി ഇൻറ്റു എച്ച് സി എന്നുള്ളതിനോട് ഈക്വൽ ആണ്. ഓക്കെ, സോ ഹിയർ എഫ്ലോൺസ് ജെ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. അപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ടേമിലോട്ടാണെങ്കിൽ ഈ ഒരു ടേമിലോട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ബി ഇൻറ്റു എച്ച് സി ജെ പ്ലസ് വൺ or എഫ്ലോൺസ് ജെ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. നമ്മളിവിടെ ഒരു കോളം കാണിച്ചു, ജെ ഇസ് ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, ജെ ഈക്വൽ ടു 3. അപ്പോൾ എന്താണ് ആ ഒരു വാല്യൂ വരിക എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇക്വേഷനിലോട്ട്. ഇ ജെ ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് വാല്യൂ വിൽ ബി 0. എഫ്ലോൺസ് ജെയുടെ കേസ് ഇത് ഈ രണ്ട് കോളം ഈ രണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് ഇ ജെയുടെ വാല്യൂ, ദെൻ എഫ്ലോൺസ് ജെയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ജൂൾസ് ആണ് ഇവിടെ പറയുന്നത്, ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ. വാല്യൂസ് ഇൻ ടേംസ് ഓഫ് ജൂൾസ് ആൻഡ് വാല്യൂസ് ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ. ജെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞപ്പോൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബി എച്ച് സി ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 1 എന്ത് കിട്ടി? 2BHC. ഇവിടെ എഫ്ലോൺസ് ജെ എന്ന് വന്നപ്പോൾ എന്ത് വന്നു? ബി ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 1 അപ്പോൾ 2B. ഈ രണ്ട് വാല്യൂസ് 2 എന്ന് ജെ ഇസ് ഈക്വൽ ടു 2 എന്ന് വന്നപ്പോൾ എന്ത് വന്നു? ഈ ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 6BHC ആൻഡ് വേവ് നമ്പറിൻ്റെ കേസിലാണെങ്കിൽ എന്ത് വരുന്നുള്ളൂ? 6B. ഹിയർ ഇ ജെ ഇസ് ഈക്വൽ ടു BHC ഇൻറ്റു 3 ഇൻറ്റു 3 പ്ലസ് 1 where J is equal to rotational quantum number is equal to 3, then it is a 12BHC. Here in the case of the wave number it is 12B. So these are the energy levels or the values of the energy levels of a rigid diatomic molecule. അപ്പോൾ ഈ ഒരു ലെവൽസിനെ ഞാനിവിടെ കാണിക്കുന്നു. എനർജി ലെവൽസ് ഓഫ് എ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ. ഈ ഇക്വേഷനിൽ ഞാനിവിടെ എപ്സിലോൺസ് ജെയുടെ കേസിലാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇ ജെ ആണെങ്കിൽ എന്ത് വരുള്ളൂ? വാല്യൂ ഇൻറ്റു BHC. ഇവിടെ ആണെങ്കിൽ 12B. ഇവിടെ ജൂൾസിൻ്റെ കേസിലാണെങ്കിൽ 12 ഇൻറ്റു BHC എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഏതാണ്? വേവ് നമ്പറിൻ്റെ കേസിലാണ്. എന്ത് വരുന്നു? ഞാൻ ഫസ്റ്റ് ലൈൻ കാണിച്ചു അല്ലേ, 0. ഇവിടെയൊക്കെ ജെയുടെ വാല്യൂ ജെ എന്ന് കാണിച്ചു. ഇതൊക്കെ ജെയുടെ വാല്യൂ ആണ് പറയുന്നത്. ഇതെന്താണ് ഇവിടെ ഈ സൈഡിൽ എന്താ കാണിച്ചിട്ടുള്ളത്? ഇതെല്ലാം എഫ്ലോൺസ് ജെയുടെ വാല്യൂ ആണ്. When J is equal to 0, energy will be Ephloon's J is equal to 0. When J is equal to 1, the value of E1 is 2B. If J is equal to 2, then value of E2 is equal to 6B. When it is 3, it is 12B, then 4, 20B, 5, 30B, and 6, 42B. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലേ? എത്രമാത്രം റൊട്ടേഷണൽ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടോ അത്രയും എന്ത് പോസിബിൾ ആണ്? റൊട്ടേഷണൽ എനർജി ലെവൽസ് പോസിബിൾ ആണ്. ഇത് നമ്മളുടെ അവിടുത്തെ തേർഡ് സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ദാറ്റ് മീൻസ് എ സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷണൽ ട്രാൻസിഷൻ. ഓക്കെ, വീഡിയോസിൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പറയാം.